നമ്മളെ വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, പണക്കുതിയനായ ഒരു മുതലാളി, തൊഴിലാളികൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന ഈ മുതലാളി വെറുതെ ഇരുന്ന് ലാഭവിഹിതം സ്വന്തമാക്കുകയാണ്. ഈ ഒരു കഥയിൽ നിന്നാണ് ഇന്നും സംരംഭകർ എന്നാൽ ഒരു എളുപ്പപ്പണിയാണെന്നും ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വളരെ എളുപ്പമാണെന്നൊക്കെയുള്ള ചിന്ത വരുന്നത്. ആ കഥയിലെ ഏറ്റവും പുതിയ അധ്യായമാണ് ഐഫോൺ എന്നാൽ ഒരു ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്റ്റ് അല്ല എന്ന വീഡിയോ. ഐഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭൂരിഭാഗം ഘടകങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളിൽ ഗവൺമെന്റ് റിസർച്ച് ഫണ്ട് ഉണ്ടായിരുന്നു എന്നതിനാൽ ഐഫോൺ ഒരു ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്റ്റ് ആവില്ല എന്നതാണ് ഈ രസകരമായ വാദം. ഒരുപക്ഷെ നിങ്ങൾ എന്തിനാണ് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥ നൽകുന്ന ഏറ്റവും മുന്തിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷവും ആ വ്യവസ്ഥയെ എപ്പോഴും കുറ്റം പറയുന്നത് എന്ന ചോദ്യത്തിന് റിഡക്റ്റോ ടീമിന്റെ മനസ്സ് കണ്ടെത്തിയ ഒരു റാഷണലൈസേഷൻ ആയിരിക്കാം ഈ കഥ. ഇതിനോടകം അവരുടെ ക്ലെയിമിനെ പലതരത്തിൽ ഡീബങ്ക് ചെയ്യുന്ന വീഡിയോകളും പോസ്റ്റുകളും വന്നു കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഐഫോണിന്റെ ഉത്ഭവത്തെ പറ്റിയാണ്. താങ്ക്സ് ടു റിഡക്റ്റോ. എന്താണ് ക്യാപിറ്റലിസം എന്നും സംരംഭകത്വം എന്നും ജനങ്ങളോട് പറയാൻ ഒരു അവസരം കൂടി തന്നതിന്. ആപ്പിളിന്റെ ഏറ്റവും വലിയ റവന്യൂ ജനറേറ്റിംഗും പോപ്പുലറുമായ ഐപോഡിന്റെ മാർക്കറ്റ് വളരെ താമസിയാതെ തന്നെ തകരുമെന്ന് സ്റ്റീവ് ജോബ്സ് 2000-ന്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ആളുകൾ ഫോൺ ചെയ്യാനും ഇന്റർനെറ്റ് ഉപയോഗിക്കാനും പാട്ട് കേൾക്കാനും വെവ്വേറെ ഉപകരണങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്ന സ്ഥിതി മാറി എല്ലാ കാര്യങ്ങളും ഒരു ഡിവൈസ് വെച്ച് ചെയ്യുന്ന അവസ്ഥ വരുമെന്ന് സ്റ്റീവ് ജോബ്സ് മനസ്സിലാക്കുന്നു. മറ്റാരെക്കാളും മുമ്പ് ആപ്പിൾ തന്നെ ഈ ഡിവൈസ് കൊണ്ടുവന്നില്ലെങ്കിൽ കമ്പനിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. എന്നാൽ ആ തിരിച്ചറിവിന് ശേഷം പിന്നീട് ജോബ്സ് നേരിടേണ്ടി വന്നത് വലിയ വെല്ലുവിളികളാണ്, അനിശ്ചിതത്വങ്ങളാണ്. പുതിയ ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ടുള്ള പല പ്രോട്ടോടൈപ്പുകളും പരാജയപ്പെടുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും ഇന്റർഫേസിനെയും പറ്റിയുള്ള പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസ്, ടെലികോം മാർക്കറ്റിൽ നിലനിന്നിരുന്ന മോണോപോളികൾ, ഹാർഡ്വെയർ പ്രോബ്ലംസ് തുടങ്ങി പലതും. എന്നാൽ പരമ്പരാഗതമായ രീതികൾ ഉപേക്ഷിച്ച് ഒരു ഫോണിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ടച്ച് സ്ക്രീൻ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ജോബ്സ് തന്റെ ടീമിനെ പ്രചോദിപ്പിച്ചു. ഒപ്പം അന്ന് വരെ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുത ഡീലുകളിലൂടെ AT&T പോലെയുള്ള വമ്പൻ ടെലികോം കമ്പനികളിൽ നിന്നും നിയന്ത്രണാധികാരങ്ങൾ നേടിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഐഫോൺ ലോഞ്ച് ഡേറ്റ് പ്രഖ്യാപിച്ച ശേഷവും ആ ഡേറ്റ് അടുത്തെത്തിയിട്ടും സ്റ്റേബിളായ ഒരു പ്രൊഡക്റ്റ് തയ്യാറാക്കാൻ ആപ്പിളിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാത്തിനെയും അതിജീവിച്ച് ഐഫോൺ പറഞ്ഞ ഡേറ്റിൽ തന്നെ 2007-ൽ പുറത്തിറങ്ങി. അത് ആപ്പിളിനെ മാത്രമല്ല, ലോകത്തെ മൊബൈൽ വ്യവസായത്തെ തന്നെ മാറ്റിമറിച്ചു. ഈ യാത്രയിൽ ജോബ്സ് എന്ന ഓണ്ടർപ്രണർക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന പല വിപ്ലവ തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഓരോന്നിലും റിസ്ക് വളരെയധികമായിരുന്നു. നമുക്ക് ആ യാത്രയിലെ ചില പ്രധാന തീരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഡിസിഷൻ 1: റിജക്ടിംഗ് മോട്ടറോള ആൻഡ് ചൂസിംഗ് ടു ബിൽഡ് ഫ്രം സ്ക്രാച്ച്. സ്റ്റീവ് ജോബ്സ് ആദ്യം ഒരു എളുപ്പ വഴിയാണ് ശ്രമിച്ചത്. മൊബൈൽ നിർമ്മാതാക്കളായ മോട്ടറോളയുമായി ചേർന്ന് റോക്കർ എന്ന ഫോൺ നിർമ്മിക്കുക. ഐട്യൂൺസ് എന്ന ആപ്പിൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു മോട്ടറോള ഫോൺ. ഹാർഡ്വെയർ പാർട്ട് മോട്ടറോളയും ടെലികോം കമ്പനിയായ സിംഗുലറും കൂടെ നോക്കും. ആപ്പിളിന്റെ ജോലി ഐട്യൂൺസ് സോഫ്റ്റ്വെയർ ആ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക മാത്രമാണ്. പക്ഷേ ജോബ്സിന്റെ അഭിപ്രായത്തിൽ റോക്കർ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. നിർമ്മിച്ച ഫോൺ കാണാൻ വളരെ മോശം, 100 പാട്ടിനുള്ളിലധികം സൂക്ഷിക്കാൻ കഴിയില്ല, ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത ഡിസൈനും. ാണ് ജോബ്സ് വ്യത്യസ്തനാകുന്നത്. ഈ ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ പലരും ചെയ്യാൻ സാധ്യതയുള്ളത് ഒന്നുകിൽ മോട്ടറോളയെ കൊണ്ട് തന്നെ മറ്റൊരു ഫോൺ നിർമ്മിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ജോബ്സ് ആപ്പിൾ തന്നെ മൊബൈൽ നിർമ്മിക്കാമെന്ന വിപ്ലവകരമായ തീരുമാനമെടുത്തു. ഈ ഒരു തീരുമാനം എടുക്കുമ്പോഴുള്ള റിസ്ക് ആലോചിക്കുക. ഇതുവരെ ഒരു മൊബൈൽ പോലും നിർമ്മിച്ചിട്ടില്ലാത്ത ഒരു കമ്പനി നിലവിലുള്ള മൊബൈൽ കമ്പനികളെ ഒഴിവാക്കിയതിനു ശേഷം സ്വയം മൊബൈൽ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ റിസ്കിയായ തീരുമാനങ്ങൾ എടുക്കാനും കൂടുതൽ തവണ അത് വിജയകരമായി എക്സിക്യൂട്ട് ചെയ്യാനും കഴിയുക ഒരു റെയർ സ്കില്ലാണ്. അതാണ് നല്ല സംരംഭകൻ നൽകുന്ന വാല്യൂ. ആപ്പിൾ കമ്പനിയിലെ എഞ്ചിനീയേഴ്സ് ബ്രില്യന്റ് ആണെന്നതിൽ ആർക്കും സംശയമില്ല. പക്ഷേ അവർക്ക് സ്വന്തമായി ഒരു ഫോൺ ഉണ്ടാക്കാമെന്ന ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. ആ ആശയം ഉദിക്കാൻ ഒരു ജോബ്സിന്റെ തല വേണം. ആ റിസ്ക് എടുക്കാൻ ഒരു ജോബ്സിന്റെ ധൈര്യം വേണം. ഡിസിഷൻ നമ്പർ 2: നെഗോഷിയേഷൻസ് വിത്ത് കാരിയേഴ്സ്, റീറൈറ്റിംഗ് ഇൻഡസ്ട്രിയൽ പവർ. ഈ ഒരു തീരുമാനത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ഐഫോണിന് മുമ്പ് നിലനിന്നിരുന്ന മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയെ പറ്റി ചെറുതായി പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ട്. പൂർണ്ണമായും ടെലികോം കമ്പനികളായ സിംഗുലർ, AT&T, വെറൈസോൺ തുടങ്ങിയ കമ്പനികൾ നിയന്ത്രിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മൊബൈൽ നിർമ്മാണം. അതായത് കാരിയേഴ്സായ കമ്പനികൾക്ക് വേണ്ട രീതിയിൽ ഫോണുകൾ നിർമ്മിക്കുക എന്നത് മാത്രമായിരുന്നു മൊബൈൽ കമ്പനികൾ ചെയ്തു പോകുന്നത്. ഫോണുകളുടെ ഡിസൈനും വിലയും ഫീച്ചറുകളും എല്ലാം തന്നെ ഈ കാരിയേഴ്സ് തീരുമാനിക്കും. അന്നത്തെ വമ്പന്മാരായ നോക്കിയ, സോണി, മോട്ടറോള എല്ലാം ഈ ഒരു വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടു പോയിരുന്നു. പക്ഷെ അവിടെയാണ് ജോബ്സിന്റെ രണ്ടാമത്തെ വിപ്ലവകരമായ തീരുമാനം. ആപ്പിളിന് ഫോണിന്റെ ഡിസൈനിലും ലുക്കിലും വിലയിലുമെല്ലാം പൂർണ്ണമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് നടക്കാൻ സാധ്യതയില്ലായിരുന്ന ഒരു ഡീൽ സിംഗുലർ എന്ന ടെലികോം കമ്പനിയുമായി ഉണ്ടാക്കിയെടുക്കാൻ ജോബ്സിന് കഴിഞ്ഞു. ഇതുവരെ ഒരു ഫോൺ പോലും നിർമ്മിച്ചിട്ടില്ലാത്ത ആപ്പിൾ
തങ്ങൾക്ക് മറ്റാരെക്കാളും മികച്ച ടെക്നോളജി ഉണ്ടെന്ന് സിംഗുലറിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ജോബ്സ് എന്ന സംരംഭകന്റെ കഴിവാണ്. അത് മാത്രമല്ല, തങ്ങളുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാകുന്ന ഒരു ഡീലിലാണ് ടെലികോം കമ്പനി സിംഗുലറിന് സമ്മതിക്കേണ്ടി വന്നത്. കാരണം 5 വർഷത്തേക്ക് ടെലികോം കമ്പനിക്ക് ലോക്ക് ഇൻ കാരിയർ ഡീൽ കൊടുക്കുന്നുണ്ടെങ്കിലും റവന്യൂ ഷെയർ ആപ്പിളിന് കൊടുക്കണമെന്നായിരുന്നു ഒരു ഡീൽ. തങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയമുണ്ടായിട്ടും എന്തായിരിക്കണം ഈ ഡീലിനെ അവർ സമ്മതിച്ചത്? തങ്ങളില്ലെങ്കിലും ജോബ്സ് തന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുമെന്ന് അവർക്കറിയാം. അതാണ് അയാളുടെ റെപ്യൂട്ടേഷൻ. ഇങ്ങനെ മറ്റുള്ളവരിൽ വിശ്വാസം സൃഷ്ടിക്കുക എന്നുള്ളതും ഒരു ഓണ്ടർപ്രണറിന്റെ റെയർ സ്കില്ല് തന്നെയാണ്. എന്തു തന്നെയായാലും ടെലികോം കമ്പനികൾ നിയന്ത്രണത്തിൽ നിന്ന് മൊബൈൽ നിർമ്മാണത്തെ മോചിപ്പിച്ച ഒരു ഗംഭീര ഡീലായിരുന്നു ആപ്പിളും സിംഗുലറും തമ്മിൽ നടന്നത്. ഡിസിഷൻ നമ്പർ 3, സ്റ്റാർട്ടിംഗ് കൺസ്ട്രക്ഷൻ ബിഫോർ എനി ഡീൽ എക്സിസ്റ്റഡ്. രണ്ടാമത്തെ ഡിസിഷന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഡീൽ ഉണ്ടല്ലോ, ആ ഡീൽ സൈൻ ആയതിനു ശേഷമാണ് ഫോൺ നിർമ്മാണത്തിലേക്ക് ജോബ്സ് കടന്നതെങ്കിൽ പറഞ്ഞ സമയത്ത് ഫോൺ ഇറക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഇവിടെയാണ് ഓണ്ടർപ്രണർ എടുക്കുന്ന റിസ്ക് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു വിപ്ലവകരമായ തീരുമാനം. ഡീൽ സൈൻ ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജോബ്സ് ഫോൺ നിർമ്മിക്കാൻ നിർദ്ദേശം തന്റെ എഞ്ചിനീയേഴ്സിന് കൊടുത്തു കഴിഞ്ഞിരുന്നു. അതും $150 മില്യൺ മുടക്കുമുതലിൽ. ആലോചിക്കൂ, ഇത്രയും വലിയൊരു റിസ്ക്. തനിക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി, റെഗുലേഷൻസ്, അൺസർട്ടനിറ്റീസ്, പരാജയപ്പെട്ടാൽ നഷ്ടപ്പെടാൻ ഏറെ കാര്യങ്ങൾ. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒട്ടും എളുപ്പമല്ല എന്ന് മാത്രമല്ല, ജോബ്സിനെ പോലെ ചുരുക്കം ചിലർക്ക് മാത്രം കഴിയുന്ന ഒന്നാണത്. ഡിസിഷൻ നമ്പർ 4, pressing on through a product that didn't work. 2006 പകുതിയിലും ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചെടുക്കാൻ ആപ്പിളിന് കഴിഞ്ഞിരുന്നില്ല. ഫോൺ കോളുകൾ കണക്ട് ആവുന്നില്ല, ബാറ്ററി ചാർജിംഗ് പ്രോബ്ലം, ഡേറ്റ കറപ്റ്റഡ് ആകുന്നു. വി ഡോണ്ട് ഹാവ് എ പ്രൊഡക്റ്റ് യെറ്റ്. ജോബ്സ് തന്റെ പ്രധാന സഹപ്രവർത്തകരോട് ബോർഡ് റൂമിൽ പറഞ്ഞ വാക്യം ഇതാണ്. പരാജയം സംബന്ധിച്ച് പിന്മാറാൻ എളുപ്പമാണ്. വ്യക്തമായ മോട്ടിവേഷൻ കൊടുത്ത് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും. അവിടെയാണ് ഒരു സംരംഭകന്റെ മറ്റൊരു സ്കിൽ പ്രവർത്തിക്കുന്നത്. മുന്നിൽ നിന്ന് നയിക്കണം, ടീമിനെ ഒരുമിപ്പിക്കണം, അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം കൊടുക്കണം, പ്രതിസന്ധികൾ ഓരോന്നായി പരിഹരിക്കപ്പെടണം. ആപ്പിളിലെ തന്നെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഒരിക്കൽ ജോബ്സിനെ പറ്റി പറഞ്ഞത്, ഹി ഫോഴ്സ്ഡ് പീപ്പിൾ ടു ഡു ദെയർ ബെസ്റ്റ്. എല്ലാവരിൽ നിന്നും മികച്ചത് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഒരു മികച്ച ഓണ്ടർപ്രണർ. ഇത് മാത്രമല്ല, ഇതുപോലെ ചെറുതും വലുതുമായ നിർണായകമായ തീരുമാനങ്ങൾ നിരവധിയാണ്. ഉദാഹരണത്തിന്, ലിനക്സ് OS ഉപയോഗിക്കാതെ സ്വന്തം സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള തീരുമാനം. തങ്ങളുടെ OSനെ മൊബൈലിലേക്ക് പറിച്ചു നടന്ന രീതിക്ക് വേണ്ടിയിട്ട് ട്രിം ചെയ്യാൻ ആപ്പിൾ തീരുമാനിക്കുന്നു. റേഡിയേഷൻ ടെസ്റ്റിംഗ്. കോടികൾ ചെലവഴിച്ചാണ് റേഡിയേഷൻ ടെസ്റ്റിംഗ് ആപ്പിൾ നടത്തിയത്. സ്പെഷ്യൽ റോബോട്ട് എക്വിപ്ഡ് ടെസ്റ്റിംഗ് ലാബ് ഇതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് സ്കൾ മോഡലുകൾ ഉണ്ടാക്കിയാണ് ഈ ടെസ്റ്റിംഗ് നടത്തിയത്. കോടികൾ മുടക്കി സെർവർ സൈസ്ഡ് റേഡിയോ ഫ്രീക്വൻസി സിമുലേറ്റർ വാങ്ങിച്ചത്. ടച്ച് സ്ക്രീനിൽ പ്ലാസ്റ്റിക്കിന് പകരം ഗ്ലാസ് ഉപയോഗിക്കാനുള്ള തീരുമാനം. ഇങ്ങനെ ഓരോന്നിലും പാളി പോകാവുന്ന ഡിസിഷൻസ് എടുക്കണം, റിസ്ക് എടുക്കണം. റിവാർഡ് ആണെങ്കിലോ അൺസർട്ടനിറ്റിയും. പക്ഷെ ജോബ്സ് വിജയിച്ചു. ആദ്യത്തെ ഐഫോണിൽ പല ഫീച്ചേഴ്സും ഇല്ലായിരുന്നു. എന്നാൽ ഐഫോണിന്റെ വരവോടുകൂടി മൊബൈൽ ഫോൺ നിർമ്മാണം എന്നത്തേക്കുമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. അതിന്റെ അത്ഭുതകരമായ വളർച്ച കഴിഞ്ഞ 20 വർഷത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. മൊബൈൽ വ്യവസായം മറ്റ് വ്യവസായങ്ങളെ സൃഷ്ടിച്ചു, ലോകത്തെ തന്നെ എന്നത്തേക്കുമായി മാറ്റി. അതിന്റെ പ്രതിഫലമാണ് ജോബ്സ് നേടിയ കോടികൾ. ആ കോടികൾ തങ്ങളുടേത് കൂടിയാണെന്നാണ് പല ലെഫ്റ്റിസ്റ്റുകളുടെയും വാദം. ഒരിക്കൽ ഒരു റിഡക്റ്റോ ഫാൻ എന്നോട് പറഞ്ഞത്, വാട്സാപ്പ് ഒക്കെ ആർക്കും ഉണ്ടാക്കാം, വേണമെങ്കിൽ അദ്ദേഹത്തിനും പറ്റുമെന്നാണ്. ഉൽപാദനത്തിലൂടെ നടക്കുന്നവന് ഓരോ സ്റ്റെപ്പും പ്രധാനമാണ്. വായ്ത്താളം അടിക്കുന്നവന് പക്ഷേ എന്തും പറയാം. നമുക്ക് വേണ്ടത് 1000 സ്റ്റീവ് ജോബ്സുകളെയും അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവുമാണ്. സംരംഭകരാണ് ഒരു എക്കണോമിയുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. സംരംഭകന് ഫ്രീഡം നൽകുന്ന വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം. എന്നാൽ അതേസമയം സോഷ്യലിസവും മറ്റ് വ്യവസ്ഥകളും ചെയ്യുന്നത് എല്ലാ അധികാരങ്ങളും കുറച്ചു പേരിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജോബ്സിനെ പോലെയുള്ള സംരംഭകരെ കയറൂരി വിടുന്ന വ്യവസ്ഥയായതുകൊണ്ടാണ് ക്യാപിറ്റലിസം ഐഫോൺ പോലെയുള്ള അനേകായിരം പ്രൊഡക്റ്റുകൾ നമ്മളുടെ മുന്നിൽ എത്തിക്കുന്നത്. This is a day I've been looking forward to for 2.5 years. An iPod, a phone, and an internet communicator. An iPod, a phone. Are you getting it? These are not 3 separate devices. This is one device. And we are calling it iPhone. Today, Apple is going to reinvent the phone.